അപ്പോൾ എങ്ങനെ ഇരിക്കണേ? നല്ല ടേസ്റ്റുള്ള എന്താണ് നിങ്ങൾക്ക് ഒത്ത എതിരാളികളാണ് ഞങ്ങൾ തെളിയിച്ചില്ലേ? ഞങ്ങൾ ഈസി ആയിട്ട് വളരെ സിമ്പിളായിട്ട് നിങ്ങൾ വലിയ സംഭവമാക്കി എടുത്ത സ്കോർ പ്രശ്നങ്ങൾ വന്നു, സിമ്പിളാക്കി എടുത്തു. ഒരു കാര്യമില്ലാതെ പ്ലേയിങ് 12 മാറ്റേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. അത് നിങ്ങളല്ലേ പറ്റിയത്, ഞങ്ങളെ ടീമല്ലല്ലോ. നിങ്ങളെ പ്രശ്നമാണത്, നിങ്ങളെ പ്രശ്നമാണ്. വലിയ എന്താണ് എന്താണ് നിങ്ങളെ കോച്ചിന്റെ പേരെന്താ? വലിയ ഓസീസ് ആണ് ലെജൻഡ്. എത്ര കളിയപ്പോ അത് നിങ്ങളെന്താ പറഞ്ഞത്? ഞങ്ങളെ തോൽപ്പിച്ച ആരും ഇവിടെ ആരും ഇല്ല. നിങ്ങളിപ്പോ എത്രാമതാ? ഞങ്ങൾ മൂന്നാമതില്ലേ? അങ്ങോട്ടൊന്ന് കാണിച്ചാ മോനെ. ആ പുഗ്ഗാണ് ചോന്ന പുഗ്ഗ മേലെ ഇങ്ങനെ പൂത്തൊലഞ്ഞ് നിക്കണത്, അതേപോലെ മേലെ ഇങ്ങനെ ചോന്ന് നിക്കണത് കേസാ. ഒന്നാമത് അതൊക്കെ ഉണങ്ങി നിങ്ങളാ പൂത്ത് ഇങ്ങനെ നിൽക്കില്ല. അതുകൊണ്ട് കാര്യമില്ല, അതുകൊണ്ട് കാര്യമില്ല. ഞങ്ങൾ എന്താ നിങ്ങൾ വലിയ വെല്ലുവിളിച്ച് ഞങ്ങൾക്ക് ഈ IPL എതിരാളികളില്ല നടക്കിയത്. ഒന്നാമത് ഞങ്ങൾ തന്നെയല്ലേ? ഒന്നാമതല്ല, ഈ കളിയിൽ നിങ്ങളെ തോൽപ്പിച്ചില്ലേ? ഞങ്ങളെക്കാൾ ഒരു കളി അധികം കളിച്ചിട്ട് അതിനേക്കാൾ കുറഞ്ഞ പോയിന്റ് എത്തിക്കല്ലേ? പോയിന്റിന്റെ കാര്യമല്ല പറഞ്ഞത്. ഇന്നലത്തെ കളിയില് എല്ലാ രീതിയിലും ഞങ്ങളാണ് വിജയിച്ചത്, എല്ലാ തന്ത്രങ്ങളും. അതൊന്നുമല്ല, സ്റ്റോയിന് സെജ്ജാതി അടിച്ചു നിങ്ങളെ. അത് രണ്ടു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരാളോട് അടിച്ചില്ല. എന്നിട്ടും അമ്മ രണ്ടടിച്ചില്ല. നിങ്ങളെ തോൽപ്പിക്കാനുള്ള തന്ത്രങ്ങൾ ഞങ്ങൾ ഈസി ആയിട്ട് ഇമ്പാക്ട് സംഭവം കണ്ടില്ല. കൃത്യം നിങ്ങൾ ടോസ് കിട്ടുകൊണ്ട് ജയിച്ച് അല്ല, ഇത്രയും കളികളിൽ എന്താ ടോസ് എന്താ പ്രശ്നം? ടോസ് പ്രശ്നം ഉണ്ടായി, അത്ര തന്നെ. വേറെ കാര്യമൊന്നും അതൊന്നല്ല, നിങ്ങളെക്കാട്ടി മികച്ച കളി ഞങ്ങൾ കാഴ്ചവെച്ചു. അതുകൊണ്ട് ഞങ്ങൾ ജയിച്ചു. അതാണ് സമ്മതിക്കാൻ വയ്യ. എന്തൊരു ഈഗോയിസ്റ്റുകളാണ്. ഇന്നലെ ആ പോണ്ടിങ്ങിന്റെ മുഖം കണ്ടതിന് തോറ്റപ്പോ എന്തോ സംഭവം, എന്തോ അരുതാത്തത് സംഭവിച്ച പോലെ. തോൽവി ക്രിക്കറ്റിൽ പറഞ്ഞതാണ്. അതാണ്, കുറച്ചൊക്കെ തോൽക്കണം. നിങ്ങൾക്ക് തോറ്റ് പരിചയം ഉണ്ടാവും, ഞങ്ങൾക്ക് തോൽവിയും പരിചയമുണ്ട്, ജയിച്ചു പരിചയമുണ്ട്. ഞങ്ങൾ പൊരുതി ജയിച്ചു. അതാണ് ഞങ്ങളെ ചെക്കന്റെ കടി കണ്ട. 16 വയസ്സുള്ള ചെക്കൻ. 15 വയസ്സല്ലേ? 15 വയസ്സല്ലേ? അല്ല, അത് കഴിഞ്ഞില്ലേ? അത് കഴിഞ്ഞിട്ടില്ല. 14 കഴിഞ്ഞ് 15 ഇതാണ് നിങ്ങളെ കഥ. ചെക്കന്റെ അടി കണ്ട് നിങ്ങൾക്ക് തന്നെ ഡൗട്ട് ഉണ്ട്, ഇത് 17 ആണോ 18 ആണോ? പണ്ടേ നമ്മള് പറഞ്ഞ ഡൗട്ടാണ്. നിങ്ങൾ പറഞ്ഞത് ഇപ്പൊ 15 എന്നിട്ട് ഇപ്പൊ നിങ്ങൾ തന്നെ 16 ആക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഡൗട്ട് ഉണ്ടോ? നമ്മള് പണ്ടേ പറഞ്ഞ ഡൗട്ടാണത്. അത് ഇപ്പൊ ശരിയായില്ലേ? അത് പലരും പല രൂപത്തിലൊക്കെ ഉണ്ടാവും. ആ രൂപം കണ്ട് വയസ്സ് നോക്കല്ല. അവന്റെ രേഖകളിലും അവന്റെ വയസ്സ് രേഖ പണ്ട് വേറെ എന്ന് പറയുന്നുണ്ട്. വിവാദങ്ങളല്ല, ഓന്റെ അടി കണ്ടില്ല. എന്താണ് നിങ്ങളെ ബൗളേഴ്സ്? ഹർഷിദീപ് ഒക്കെ വരുന്നു, 6 അടിക്കുന്നു. വളരെ സിമ്പിൾ. നിങ്ങൾ ഇങ്ങനെ ഇപ്പൊ കുറച്ചായിട്ട് ഒരു അടി കിട്ടലുണ്ട്. വലിയ 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 വർത്താനല്ലേ വ്ളോഗൊക്കെ ഇട്ടുകാണ്ട് ഇങ്ങനെ വലിയ ബോളർ എന്നൊക്കെ പറഞ്ഞു കണ്ട് അതൊക്കെ അടിച്ചു കേട്ടലുണ്ട്. ഹർഷിദീപിന് മാത്രം ഓനായിട്ട് അടി കിട്ടിയത്. എല്ലാവർക്കും ഫസ്റ്റ് ബോൾ 6 അടിച്ചു. ബൂമർ അടിച്ച ഫസ്റ്റ് ബോൾ 6 അടിച്ചു. ഞങ്ങളെ സെക്കൻഡ് ഓസ്ട്രേലിയക്കാരാണ് ഒരു അരുള്ളൂ അടിക്കാന്. പിന്നെ കുഴപ്പമില്ലാന്ന് വിചാരിച്ചാണ് ഹർഷിദീപിനെ പറപ്പിച്ചു വിട്ടില്ലേ. നോക്കണ്ട, ഹർഷിദീപിനും ബാബനും അടി കിട്ടി, ലോക്കി ഫെർഗൂസിനും അടി കിട്ടിയാണ് ഞങ്ങളെ ഇന്നലത്തെ കുഴപ്പം. ലോക്കി ഫെർഗൂസനൊക്കെ ബോളറാ, പിന്നെ എന്തിനാണ് അവനെ ഇറക്കിയത്? അല്ല, എന്ത് ബുദ്ധിയാണ് അതിന്റെ ബാക്കിൽ പ്രവർത്തിച്ചത്? ഞങ്ങളെ ബോളേഴ്സിന് അടി കിട്ടിയത്. പക്ഷെ അതല്ല, ഞങ്ങൾ ചേസ് ചെയ്യാൻ നല്ല തന്ത്രം ഉപയോഗിച്ചു. ആ ധൂപനെ ഇറക്കിയത്, പിന്നെ വന്നോലൊക്കെ അടിച്ചത് ജയ്സ്വാള്, സൂര്യവംശി, പിന്നെ ജുറയില് ചെറുതായിട്ടൊന്നും എല്ലാവരും ഒന്നും പറയണ്ട. പിന്നെ അത് കഴിഞ്ഞിട്ട് മറ്റേ ചങ്ങായി ഇങ്ങനെ ക്യാപ്റ്റൻ ഇതാ പരിപാടി. അതൊക്കെ ഇതില് ഡ്രസ്സിംഗ് റൂമിലാണ്. പ്രശ്നം എന്താ അറിയാം? അവിടെ ഫോൺ നോക്കി, അത് വിവാദമായിരുന്നു. അതിന്റെ പിന്നാലെ കുറെ നടന്നു. ഞങ്ങളെ ഡ്രസ്സിംഗ് റൂമില് എന്താ അറിയോ, ശരിയല്ല, അല്ല ഭയങ്കര സ്ട്രിക്റ്റ് ഒന്നും അല്ല, പോലീസ് രാജൊന്നും ഇല്ല അവിടെ. അവിടെ ഇങ്ങനെ കുറച്ച് ലിബറലാണ്, അതാണ് പ്രശ്നം. പക്ഷെ അത് കളി ബാധിക്കണില്ല, അതാണ് വിഷയം. പേഴ്സണൽ ചോയ്സുകളും പേഴ്സണൽ കാര്യങ്ങളൊക്കെ ഞങ്ങളെന്നല്ലേ 2-3 കളി തോറ്റ്. ഞങ്ങൾ 3-ാം സ്ഥാനത്തുണ്ട്. ഞങ്ങളൊരു കളി തോറ്റിട്ടുള്ളൂ. ഞങ്ങളെക്കാൾ ഒരു കളി അധികം കളിച്ചിട്ട് ഞങ്ങളെക്കാൾ കുറഞ്ഞ പോയിന്റില് ഞങ്ങളെക്കാളും താഴെ നിന്നുകാണ്ട് ഈ വർഗ വർത്താനം പറയാം.
സംഭവം ഞങ്ങൾ തോറ്റിട്ടുണ്ടാവും. പക്ഷെ നിങ്ങൾ തോറ്റിക്കണേ, അത് സമ്മതിക്കണം. അതാണ് ഞങ്ങൾക്ക് വേണ്ടത്. നിങ്ങൾ തോൽവി അറിയുന്നവരാണ്, അല്ലാതെ ഞങ്ങൾ ഇങ്ങനെ എല്ലാം തഴഞ്ഞ ടീമാണ് ഈ IPL ഉഷാറ് ടീമാണ്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. കുറവുകളുണ്ട് എന്ന് കണ്ടില്ല. ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞു, ഒരു തോൽവി കണ്ടാൽ മനസ്സിലാവും നിങ്ങളെ കുറവെന്താണ്. ഒരു കളി കൊണ്ട് ടീമിന് കുറവുണ്ട്. ഒരു കളി കൊണ്ടൊന്നും ഇപ്പൊ ഇവിടെ IPL അവസാനിക്കുന്നില്ല. കപ്പ് അവിടെ പഞ്ചാബ് തന്നെ ഇരിക്കും.